ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാട്ട് എ ഈറ്റിൻ്റെ ഡേ വീഡിയോ ആണ്. ഫീഡിങ് സ്ത്രീ, അപർണയുടെ പ്രഗ്നൻറ്റ് സ്ത്രീ അല്ല, ഫീഡിങ് സ്ത്രീ. ഫീഡിങ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ നോക്കാറുണ്ട്. എന്നാൽ കുറേ അധികം എമൗണ്ടിൽ കഴിക്കാറില്ല. ബട്ട് പണ്ട് തൊട്ട് ഞാൻ ഡിന്നർ കഴിക്കാറുണ്ടായിരുന്നില്ല. ആ ഒരു ഡിന്നർ ഞാനിപ്പോൾ എൻ്റെ ഫുഡ് റൊട്ടീനിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഡിന്നർ കഴിക്കാറുണ്ട്. ആൻഡ് എല്ലാ ഫുഡും കുറേ അധികം ക്വാണ്ടിറ്റി ഒന്നും ഞാൻ കഴിക്കാറില്ല. ആവശ്യത്തിന് കഴിക്കും, അത്ര തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഞാനിന്ന് കഴിച്ചിട്ടുണ്ടായ അപ്പവും ചെറുപയറിൻ്റെ തോരനുമായിരുന്നു. ചെറുപയർ ഒലത്തിയത്. ആൻഡ് ഈ ഒരു ചെറുപയർ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയ എൻ്റെ 7th മന്ത് തൊട്ട് എൻ്റെ ഒപ്പം കൂടിയതാണ്. ഇതുവരെ ഇവൻ ഇറങ്ങിപ്പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫീഡിങ്ങിനും നല്ലതാണ് ചെറുപയർ. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ ചെറുപയർ കഴിക്കാനായിട്ട്. സോ ഒരപ്പം ചെറുപയറിൻ്റെ തോരനും അതാണ് ഞാൻ രാവിലെ കഴിച്ചത്. ആൻഡ് ഇടയ്ക്ക് വന്നിട്ട് ചക്കയുടെ കഴിച്ചു. ഇതിപ്പോൾ ചക്കയുടെ സീസണായതുകൊണ്ട് ചക്കയുടെ മിക്കവരുടെയും വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ചക്കയുടെ. അതും ഈ എടനേലയിൽ ഉണ്ടാക്കണം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലയ്ക്ക് എന്താ പറയുന്നത്? നമ്മുടെ നാട്ടിൽ എടനേല എന്നാണ് പറയുന്നത്. അതുപോലെ ചിലർ ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇച്ചിരി ഹാർഡാവും. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കാറില്ല. സോ നല്ല സോഫ്റ്റായിട്ട് ഇത് ഇങ്ങനെ ഒഴുകണ ടൈപ്പ് അങ്ങനെ ചക്കയുടെ കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ ചക്ക സീസണിൻ്റെ എല്ലാവരുടെയും വീട്ടിൽ ചക്കയുടെ ഉണ്ടാക്കും. ബട്ട് ആ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചക്ക എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചക്ക വരട്ടി വയ്ക്കാറുണ്ട്. ചക്ക എടുത്ത് ഇങ്ങനെ വരട്ടിയിട്ട് നമ്മൾ ഫ്രീസറിലൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. സോ നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു 3-4 മന്ത്സൊക്കെ ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്ക് ആ വരട്ടിയതെടുത്തിട്ട് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കിയാൽ അതൊരു വേറൊരു ഫീലിംഗ് ആണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയണ പോലെ നമ്മൾ ഫീഡിങ് ആണ്, കുറേ ഫുഡ് കഴിക്കണം എന്നുള്ള സംഭവത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ കഴിച്ചാൽ മതി. എല്ലാ നേരവും കഴിക്കണം എന്നൊക്കെയുള്ളൂ. പിന്നെ വിശക്കുമ്പം കഴിക്കാം. അല്ലാതെ ഇപ്പോൾ ചോറ് തന്നെ എടുക്കുമ്പോൾ ഒരു പ്ലേറ്റ് നിറയെ ചോറ് അങ്ങനെയൊന്നും എടുത്ത് കഴിക്കണം കൊണ്ട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഞാനങ്ങനെ കഴിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ഞാൻ ചുമ്മാ നമുക്ക് വീണ്ടും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. ബ്രസ്റ്റ് ഫീഡിങ് മോംസൊക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ റംബൂട്ടൻ സീസണാണല്ലോ. സോ നമ്മുടെ മുറ്റത്ത് യെല്ലോയും ഉണ്ട്, റെഡും ഉണ്ട്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങിയിട്ട് അത് പറിച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഫ്രഷായിട്ട് അങ്ങ് പറിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല സുഖവും രസമല്ലേ. സോ അത് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റംബൂട്ടൻ പറിച്ചിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ലഞ്ചിന് വന്നിട്ട് മീൻകറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ബീൻസ് തോരനുണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ചോറുണ്ടായിരുന്നു. ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒന്നിച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. സോ മീൻകറി, മീൻ പൊരിച്ചതും ബീൻസിൻ്റെ തോരനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മിക്കപ്പോഴും അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ അല്ലെങ്കിൽ മീൻ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും കേട്ടോ. ഒട്ടുമിക്ക ദിവസവും അങ്ങനത്തെ ഫുഡായിരിക്കും. പിന്നെ ഒലത്ത് വന്നിട്ട് ആ തോരൻ വന്നിട്ട് ബീൻസ് തോരൻ അല്ലെങ്കിൽ ചീരയുടെ തോരൻ ഉണ്ടാവും, അല്ലെങ്കിൽ മുരിങ്ങയില ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉച്ചയ്ക്ക് ഇൻക്ലൂഡ് ആക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഈവനിങ് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടനും പിന്നെ വൺ ഓഫ് ദ അതർ ഫേവറേറ്റ് ഡിഷാണ് എൻ്റെ ഉണ്ണിയപ്പം. സോ അതും കഴിച്ചിട്ടുണ്ടായി. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു 3-4 കഴിച്ചു കേട്ടോ. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പം ഇങ്ങനെ പാക്കറ്റ് മേടിച്ചിട്ട് അത് കഴിക്കും. പിന്നെ ഈ വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ ബേബി എൻ്റെ അടുത്തുണ്ട്. സോ അതാണിങ്ങനെ ചെറിയ ഒച്ചയൊക്കെ കേൾക്കുന്നത് കേട്ടോ.
പിന്നെ ഇൻ കേസ് എനിക്ക് ഇതൊന്നും കഴിച്ചിട്ട് കുറച്ചുകൂടി വിശപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ ചില ദിവസം ഓട്സ് കഴിക്കാറുണ്ട്. അത് ക്വേക്കർ ഓട്സാണ് ഞാൻ കഴിക്കാറ്. അത് നല്ല ചൂടുള്ള പാലിലേക്ക് ഓട്സ് ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കഴിക്കും കേട്ടോ. സോ അത് വല്ലപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. അതൊന്നും നമുക്ക് വെയിറ്റ് ഗെയിൻ അതൊന്നും കഴിച്ചാൽ ഉണ്ടാവത്തില്ല. ബട്ട് നമുക്ക് ഫീഡിങ് മോംസിനൊക്കെ നല്ലതാണ് ഓട്സും പാലും. സോ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നിയാൽ മാത്രം ഞാൻ അത് കഴിക്കാറുണ്ട് കേട്ടോ. ഈ പാലെന്ന് പറയുന്ന സംഭവം എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ബട്ട് ഇപ്പോൾ പ്രഗ്നൻസി തൊട്ട് ഞാൻ പാൽ കുടിക്കാറുണ്ട്. അത് ഒരു ഗ്ലാസ്സൊക്കെ അത് എൻ്റെ അടുത്ത് പ്രഗ്നൻസി ഡയറ്റിൽ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായി പാൽ കുടിച്ചാൽ നല്ലതാണ്. സോ അങ്ങനെ ഞാൻ കുടിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ പാലും കാര്യമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോകുന്നതുകൊണ്ട് അങ്ങനെ കുടിക്കണം. പിന്നെ എൻ്റെ പ്രഗ്നൻസി ഡയറ്റ് ഞാനിങ്ങനെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായി. ബട്ട് എനിക്ക് ഇല്ലായിരുന്നു. എനിക്ക് ഓൾറെഡി വെയിറ്റ് കുറച്ച് തടിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കെന്നെ ഒരു ഡയറ്റ് ഞാൻ എടുത്തതാണ്. കാരണം ഒത്തിരി വെയിറ്റ് വയ്ക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ നൈറ്റ് വന്നപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൊതിയായി. സോ ചിക്കൻ ഉണ്ടായിരുന്നു. സോ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി, എനിക്കിഷ്ടമായി, അത് കഴിച്ചവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഫുള്ള് തന്നെയൊക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് കുറച്ച് നാളായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ 1-2 വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇനി എനിക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. സോ അത് സർലാസൊക്കെ കൂട്ടി നമ്മൾ രാത്രി ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായി. സോ ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെയാണ് ഒരു ഫീഡിങ് മോമായ ഞാൻ കഴിക്കുന്ന ഫുഡ്, ഡെയിലി റുട്ടീനിൽ കഴിക്കുന്ന ഫുഡ്. ഇത് പല ദിവസം പല ഫുഡായിരിക്കും. ബട്ട് ഉച്ചയ്ക്ക് ലീഫി വെജിറ്റബിൾസ് എന്തായാലും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഫിഷ്, ചിക്കൻ, ബീഫ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഇൻക്ലൂഡ് ആക്കാൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ നേരവും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കും. ഓവർ ക്വാണ്ടിറ്റി കഴിക്കാറില്ല, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് ഓർക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.